എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഡ്രാഗൺ ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് നോക്കാം. ഇത് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ ചിക്കൻ മേടിച്ചിട്ട് അതൊന്ന് എല്ലില്ലാണ്ട് മാംസം മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത് കോൺഫ്ലോർ ആണ്, ഒരു 1.5 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ മൈദ, അതും 1.5 ടേബിൾ സ്പൂൺ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് സോയാ സോസാണ്, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ല ഫ്ലെയിമിൽ വെക്കുമ്പോൾ, ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ചിക്കൻ്റെ മോൾ ഭാഗം മാത്രം കരിഞ്ഞിട്ട് വരും, ഉള്ളു വേവില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ ബ്രസ്റ്റിന് അധികം വേവില്ല. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാം കോരി മാറ്റാം. ഇനി അതേ എണ്ണ തന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു 4 എണ്ണം വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒന്ന് മാറിപ്പോയാൽ മതി. ഇനി ഇത് കാഷ്യൂനട്ടാണ്. ഒരു 15ഓളം കാഷ്യൂനട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ 2 വറ്റൽമുളക്, അത് 2ആയിട്ട് പകുതിയാക്കിയതാണ്. ഇനി അത് ഇട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഇനി ഇത് ഒരു സവാളയാണ്. അത് ഇതുപോലെ പകുതി മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സവാളയൊന്നും നല്ലോണം മൂത്ത് വരേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇത് ഒരു ക്യാപ്സിക്കമാണ്, ഗ്രീൻ ക്യാപ്സിക്കം. അതും ഇട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ നീളത്തിൽ മുറിച്ചതാണ്. നീളത്തിലാക്കിയിട്ട് അതിൻ്റെ പകുതി കഷ്ണാക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരി മുളക് പൊടിക്ക് അധികം എരിവൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ സോയ സോസാണ്, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ്. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് പൊതുവേ ചൈനീസ് ഡിഷിനൊക്കെ ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. എരിവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത് പൊതുവേ അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷല്ല. എന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂട്ടി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇനി ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. വെള്ളമൊക്കെ വറ്റിയിട്ട് ആ ചിക്കനിലൊക്കെ ഒന്ന് പറ്റി പിടിച്ച് ഇരിക്കണം. വെള്ളമൊക്കെ വറ്റിപ്പോയി നന്നായിട്ട് നമ്മുടെ ചിക്കൻ്റെ മേലൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ള എള്ള് മേടിക്കാൻ കിട്ടും. നമുക്ക് അത് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയനും ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.